ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആ ദൈവസ്നേഹത്തിലായിരിക്കുവാൻ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചതിനെ ഓർത്ത് ദൈവത്തിന് കോടാനുകോടി സ്തുതികൾ അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയുള്ളൂ. ഒരു വ്യക്തി എങ്ങനെ ധനികനാകും അല്ലെങ്കിൽ ദരിദ്രനാകും എന്ന് ഈ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഏത് കാര്യം ചെയ്യുവാൻ തിടുക്കം കൂട്ടുന്നവൻ ദാരിദ്ര്യത്തിലേക്കേ പോകത്തുള്ളൂ. അവൻ എടുത്തു ചാടി പലതും ചെയ്യുമ്പോൾ അവന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഉത്സാഹത്തോടു കൂടി ആലോചിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ ഹിതമാരാഞ്ഞ് ദൈവം നടത്തുന്ന വഴിയിലൂടെ ഉത്സാഹത്തോടു കൂടി ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിന് തുടങ്ങുന്ന ആലോചന തുടങ്ങുമ്പോൾ തന്നെ അത് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവന് ആ കാര്യത്തിൽ നിന്നും ലാഭം നേടുവാൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ദൈവകരുണയാൽ അവന് സാധിക്കും. തിടുക്കം കൂട്ടുന്ന വ്യക്തി ആരോടും ഒന്നും ചോദിക്കത്തുമില്ല, ദൈവത്തിൻ്റെ ഹിതം ആരായത്തില്ല. അവൻ അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് എല്ലാം പെട്ടെന്ന് ചെയ്യുവാൻ, മറ്റുള്ളവരെക്കാട്ടിൽ മുന്നേ എനിക്കത് നേടണമെന്ന ചിന്തയോടെ എടുത്തു ചാടുന്നു. അതവൻ്റെ നാശത്തിലേക്കാണ് പോകുന്നത്. വിവേകമുള്ളവനോ അതിനെക്കുറിച്ച് പഠിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം ആരാഞ്ഞ് അവൻ അതിനു വേണ്ട ഓരോ സ്റ്റെപ്പുകളും എടുക്കുന്നു. അതവനെ വിജയത്തിലേക്ക് നയിക്കുകയും ആ വിജയം അവന് ലാഭമായിട്ട്, സക്സസ്സായിട്ട്, സമൃദ്ധിയായിട്ട് അവനത് ലഭിക്കുകയും ചെയ്യും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉത്സാഹത്തോടെ ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ആലോചനകൾ ഇന്നു മുതൽ തുടങ്ങാം. ഇന്നത്തെ ദിവസം പുതിയൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്തും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ. രാവിലെ തന്നെ ദൈവവചനം ശ്രവിച്ച്, ദൈവമേ, ഇന്നത്തെ ദിവസം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നീ എൻ്റെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതികൾക്കനുസൃതമായി എന്നെ അങ്ങ് ഉപയോഗിക്കണമേ, അത് വിജയമാക്കി മാറ്റണമേ. അതിനു വേണ്ട ദൂതന്മാരെ നീ എനിക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് ആലോചിച്ച് നിങ്ങളുടെ ദിവസം ഇന്ന് നിങ്ങളങ്ങ് തുടങ്ങുക. ദൈവകൃപയാൽ എല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആയിട്ട് വരും. ധാരാളം സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് കടന്നു വരും. പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ഈ വചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ ഇടപെടൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.